നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-25 വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന ഉദ്ഘാടനം നിർവഹിച്ചു. കരട് പദ്ധതി രേഖ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP രാമചന്ദ്രന് നൽകി പ്രകാശനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PV പ്രിയ കരട് പദ്ധതി രേഖ ചർച്ചയ്ക്കായി അവതരിപ്പിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ A കൃഷ്ണകുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെറീന ടീച്ചർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ M മുഹമ്മദ്, ധന്യ സുരേന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VV ബാലചന്ദ്രൻ, ഷർഫുദ്ദീൻ കളത്തിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ T രാംദാസ്, പ്ലാൻ കോർഡിനേറ്റർ T വെങ്കിടാചലം, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KS മഞ്ജുഷ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനെല്ലാം തന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകളാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ചർച്ചകളെല്ലാം തന്നെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയായിരിക്കും നമുക്ക് 2024-25 സാമ്പത്തിക വർഷത്തിൽ നടപ്പിലാക്കാവുന്നത്. ഇവിടെ ഇപ്പോൾ പദ്ധതി രേഖ നിങ്ങൾക്ക് നമ്മുടെ വികസന രേഖ നിങ്ങളുടെ മുമ്പാകെ തരും, പ്രകാശനത്തിന് ശേഷം തരും. അത് തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളത് വായിക്കണം. അടിപൊളി മാറ്റം വരുത്തിക്കൊണ്ട്, അതായത് നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായി ഒരു ഭരണസമിതി വന്നതിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാം തന്നെ വളരെ വെട്ടിലും മട്ടിലും എല്ലാം തന്നെ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതി രേഖയാണ് നമ്മളിവിടെ സമർപ്പിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാലത്തിനനുസൃതമായിട്ടുള്ള കുറേ മാറ്റങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതികൾക്കകത്ത് നമ്മൾ വരുത്തിയിട്ടുണ്ട്. ആ മാറ്റങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചർച്ചകളെ ആയിരിക്കണം നിങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. എല്ലാ മേഖലയും ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബ്ലോക്കിലെ 7 ഗ്രാമപഞ്ചായത്തുകളാണുള്ളത്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത്. കൃഷി ഉപജീവനമായി കാണുന്ന വലിയൊരു വിഭാഗം ആളുകളുള്ള പ്രദേശം കൂടിയാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പരിധി. അതുകൊണ്ട് തന്നെ പട്ടാമ്പി പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള കുട്ടികൾ നടന്നുപോകുന്ന വഴി അടച്ച സംഭവവുമായി ബന്ധപ്പെട്ട് മെട്രോമാൻ ശ്രീധരൻ സ്ഥലം സന്ദർശിച്ചു. ഇവിടെ റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാനാണ് ശ്രീധരൻ എത്തിയത്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ, SNG LP സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന റെയിൽവേ അടച്ച വഴി പ്രദേശം മെട്രോമാൻ E ശ്രീധരൻ സന്ദർശിച്ചു. യാത്രാമാർഗത്തിന് ബദൽ സംവിധാനം കാണുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. യാത്രാ സൗകര്യത്തിനാവശ്യമായ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതിന് റെയിൽവേ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് സാങ്കേതിക ഉപദേശങ്ങൾ നൽകുമെന്ന് E ശ്രീധരൻ പറഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 8:30 മണിയോടെയായിരുന്നു മെട്രോമാൻ E ശ്രീധരന്റെ സന്ദർശനം. പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലി, വിപിൻ പെരുമുടിയൂർ എന്നിവരുടെ ഇടപെടലിനെ തുടർന്നായിരുന്നു E ശ്രീധരന്റെ സന്ദർശനമുണ്ടായത്. പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂൾ, SNG LP സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് കുട്ടികൾ പോകുന്ന യാത്രാമാർഗമായ റെയിൽ മുറിച്ചു കടക്കുന്ന വഴിയാണ് റെയിൽവേ അടച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നുപോയിരുന്ന കോൺക്രീറ്റ് പടികൾ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. 2 സ്കൂളുകളിലുമായി 2500ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഇവിടേക്കെത്തുന്ന ഭൂരിഭാഗം കുട്ടികളും റെയിൽ മുറിച്ചാണ് കടന്നെത്തുന്നത്. റെയിൽ മുറിച്ചു കടന്നുള്ള വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണെന്ന് E ശ്രീധരനെ അറിയിച്ചു. റെയിൽപാതയുടെ ഇരുവശങ്ങളും നടന്നു കണ്ട് E ശ്രീധരൻ സ്ഥിതിഗതികൾ വിലയിരുത്തി. യാത്രാമാർഗത്തിനാവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവരുന്നതിനായി റെയിൽവേ മേലുദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത ശേഷം ആവശ്യമായ സാങ്കേതിക ഉപദേശങ്ങൾ താൻ നൽകുമെന്ന് E ശ്രീധരൻ പറഞ്ഞു. മുതല പഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി, പ്രസിഡന്റ് C മുകേഷ്, സ്കൂൾ പ്രധാനാധ്യാപിക ഗീതാകുമാരി, PTA പ്രസിഡന്റ് സുകുമാരൻ, മെമ്പർ കബീർ തുടങ്ങിയവരും പങ്കെടുത്തു. തൃത്താല ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ ജനമൈത്രി പോലീസിന്റെ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. ചാലിശ്ശേരി SHO സതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നാർക്കോട്ടിക് സെൽ DYSP R മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ അണ്ടർ 40 ഗേൾസ് വിഭാഗത്തിൽ സംസ്ഥാന സ്കൂൾ ഫുട്ബോൾ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കപ്പൂർ പഞ്ചായത്തിലെ അമേറ്റിക്കര സ്വദേശി ഭവപ്രിയ, മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി പ്രതിഭ പുരസ്കാരം ലഭിച്ച എടപ്പാൾ സ്വദേശി അഫീഫ, ശാരീരിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും കഴിവ് തെളിയിച്ച യുവ എഴുത്തുകാരി പട്ടത്തറ സ്വദേശി ശ്രീ ലക്ഷ്മി സേതുമാധവൻ എന്നിവരെ DYSP R മനോജ് കുമാർ ആദരിച്ചു.
അനുമോദന സദസ്സിനു ശേഷം പഠനോപകരണ വിതരണം, ജനമൈത്രി പോലീസ് ഗായക സംഘം അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. തൃത്താല പോലീസ് സ്റ്റേഷന്റെ വിവിധ മേഖലയിൽപ്പെട്ട സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആശാ വർക്കർമാർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, CDS മെമ്പർമാർ, മാധ്യമപ്രവർത്തകർ, വ്യാപാരികൾ, PSC പരിശീലന യുവതി യുവാക്കൾ, വിവിധ സ്റ്റേഷനുകളിലെ ബീറ്റ് ഓഫീസർമാർ, ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ജാഗ്രതാ സദസ്സിൽ പങ്കാളിയായി. വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു. ജനമൈത്രി ജില്ലാ അഡീഷണൽ നോഡൽ ഓഫീസർ അറുമുഖൻ, SI ഹംസ, ASI KVA രാമകൃഷ്ണൻ, ജാഗ്രതാ സമിതി അംഗങ്ങളായ ഫൈസൽ, ഷമീർ വൈക്കത്ത്, ജാഫർ ആലൂർ, KR ബാലൻ, ബിന്ദു കക്കാട്ടിരി, സക്കീർ തൃത്താല, ജനമൈത്രി ബീറ്റ് ഓഫീസർ A ഷൻഫീർ തുടങ്ങി വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. തൃത്താല SI KM ഷാജി സ്വാഗതവും ജനമൈത്രി ബീറ്റ് ഓഫീസർ സജിത്ത് നന്ദിയും പറഞ്ഞു. ബഹുമാനിക്കാതെ പറയുന്ന കാര്യമല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. അത് പോലീസ് ഉദ്യോഗസ്ഥനായാലും സാധാരണക്കാരനായാലും വക്കീലിനായാലും ന്യായാധിപനായാലും ഇതൊക്കെ ഒരുപോലെയുള്ള കാര്യമാണ്. അതിൽ ഒരു ഭാഗം മാത്രം എല്ലാം അനുസരിക്കണമെന്നുള്ള കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ചുരുങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിന് പ്രശ്നമുണ്ടാക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ പല വാർത്തകളും പോലീസിനെതിരെ വരുന്നത് തീർച്ചയായിട്ടും ഏകപക്ഷീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ ഭാഗം കേൾക്കാൻ ഞങ്ങൾക്ക് നിങ്ങളെ പോലുള്ള നല്ലവരായിട്ടുള്ള മനുഷ്യരെ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയം തുറന്ന് സംസാരിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് വഴിയുള്ളൂ. അതല്ലാതെ ഒരു പത്രസമ്മേളനം നടത്താൻ ഞങ്ങൾക്ക് അവകാശമില്ല. മുദ്രാവാക്യം വിളിച്ച് ഒരു ധർണ നടത്താനുള്ള അധികാരം ഞങ്ങൾക്കില്ല. നിങ്ങളെപ്പോലുള്ള CCTV ന്യൂസ് തൃത്താല. ചാലിശ്ശേരി സെന്റ് മേരീസ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാൾ വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. പെരുന്നാളിന്റെ മുന്നോടിയായി ഞായറാഴ്ച കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ബിജു ഇടയാളിക്കുടിയിൽ കൊടിയേറ്റം നടത്തി. വ്യാഴാഴ്ച വൈകിട്ട് 6:30 സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ കുർബാന, ആശീർവാദം എന്നിവ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 9 പ്രഭാത പ്രാർത്ഥനയും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോസഫ് പന്നിവിഴ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആശീർവാദം, സ്നേഹവിരുന്ന് എന്നിവയും നടക്കും. വികാരി ഫാദർ ബിജു ഇടയാലക്കുടിയിൽ, ട്രസ്റ്റി ഗ്ലാഡ്സൺ മാത്യൂസ്, സെക്രട്ടറി വർഗീസ് പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകും. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം, തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ 32ാം സമ്മേളനം ഓങ്ങല്ലൂരിൽ വെച്ച് സംഘടിപ്പിച്ചു. KSSPU ജില്ലാ ട്രഷറർ TV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ 32ാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു. ഓങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി KSSPU ജില്ലാ ട്രഷറർ V ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും, അത് അധ്യാപകരെന്നല്ല, ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ കേരളം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരാണെങ്കിലും അത് ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ്. അവർ ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പരിഷ്കാരങ്ങൾ എന്ന് പറയും, പക്ഷെ ആർക്കും ഒരു ഗുണവുമില്ലാതെ ഇവിടെ കേരളത്തില് ആണെങ്കിൽ പാർട്ടിയിൽപ്പെട്ട കുറച്ച് ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു ഭരണം, അത് മുഴുവൻ അവരുടെ പാർട്ടിക്കാർക്ക് വേണ്ടിയുമല്ല, പാർട്ടിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ പിണറായി വിജയന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ഭരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യാം, ആരും ചോദിക്കാനില്ല എന്നുള്ള രീതിയിലാണ് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് M കമലൻ അധ്യക്ഷയായി. അജിത കുമാരി, KM ഗംഗാധരൻ, KM നന്ദകുമാർ, M രാമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് 2024-25 വർഷത്തെ ഭാരവാഹികളെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു.
തൃശൂർ, പാലക്കാട് ജില്ലകളെ വേർതിരിക്കുന്ന ഭാരതപ്പുഴ ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിൽ അപകട സാധ്യതയായി ഭീമൻ ഗർത്തം. കൊച്ചിൻ പാലത്തിൽ ഷൊർണൂരിൽ നിന്നും വരുമ്പോൾ നാലാമതായി വരുന്ന സ്ലാബിലാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത്. ആഴമേറിയ ഈ ഗർത്തത്തിൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടാനും കാൽനടയാത്രക്കാർക്ക് അപകടം സംഭവിക്കാനും സാധ്യത ഏറെയാണ്. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ പരാതിപ്പെട്ടപ്പോൾ ഇവിടം അറ്റകുറ്റപ്പണികൾ നടത്തി ഗർത്തം നികത്തിയിരുന്നു. എന്നാൽ വീണ്ടും ടാറിംഗ് പൊളിഞ്ഞ് വലിയൊരു കുഴിയായി മാറിയിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ ഇത് വലിയ അപകടത്തിനുള്ള സാധ്യതയാണ് ഒരുക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഇനിയും വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടാൻ ഇടവരുമെന്നും അതിനാൽ എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിന് പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഓങ്ങല്ലൂർ വാടാനാംകുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇറക്കിയ നെൽകൃഷിയിൽ കൊയ്ത്തുത്സവം നടത്തി. മുഹമ്മദ് മൂസിൻ MLA കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാടനാംകുറിശി അശ്വതി പാടശേഖരത്തിലെ 65 സെന്റ് കൃഷിസ്ഥലത്താണ് നേച്ചർ ക്ലബ് പൊന്മണി നെൽവിത്ത് ഉപയോഗിച്ച് നെൽകൃഷി നടപ്പിലാക്കിയത്. കൊയ്ത്തുത്സവം മുഹമ്മദ് മൂസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഓരോ ഘട്ടവും കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടവും എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ തന്നെ ഇതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഇൻവോൾവ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വാടനാംകുറിശി സ്കൂളിലെ വിദ്യാർത്ഥികൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഇതിന്റെ ഭാഗമായത് എന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃഷി ഇറക്കി നൂറുമേനി വിളയിക്കാൻ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾ അവരുടെ പഠനത്തിന്റെ ഒരു ഭാഗം ഇതിനുവേണ്ടി മാറ്റിവെച്ചതിന് അവരെ ഓരോരുത്തരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. ഒപ്പം തന്നെ ഈ കൃഷി ഇതുപോലെ ആകുന്നതിന് മറ്റു പല വ്യക്തികളും ഇതിന്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം മണ്ണിൽ എങ്ങനെയാണ് പൊന്ന് വിളയിക്കുന്നത് എന്ന് നമ്മുടെ കുട്ടികൾ പാഠപുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നില്ല. പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചാലും അവർക്കത് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൃഷിയുടെ ഒക്കെ ഭാഗമായിട്ട് അത് തിരിച്ചറിയാനും നമുക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കാഴ്ചപ്പാടുള്ള വിദ്യാർത്ഥി സമൂഹമായി വളരാനും ഇതേറെ പ്രയോജനപ്പെടുമെന്നതിൽ സംശയമില്ല. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായി. പൂർവ്വ വിദ്യാർത്ഥിയും സ്കൂളിലെ അധ്യാപികയുമായ സുലോചന മുഖ്യാതിഥിയായിരുന്നു. പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, കെ അശോകൻ, പ്രധാനാധ്യാപിക ഗീത, ബാലൻ, പരമേശ്വരൻ, ഷിജി എന്നിവർ സംസാരിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.